കായിക വാർത്തയിലേക്ക്. എൽ ക്ലാസിക്കോ തോൽവിക്ക് പിന്നാലെ റയൽ മാഡ്രിഡ് മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്നും സാബി അലോൺസോ പുറത്ത്. സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനലിൽ ചിരവൈരികളായ ബാഴ്സലോണയോട് ഏറ്റ തോൽവിക്ക് പിന്നാലെയാണ് പുറത്താക്കൽ നടപടി. അൽവാരോ ആർബലോവയാണ് പുതിയ പരിശീലകൻ. റാസിൻ അൻവർ ചേരുന്നു വിവരങ്ങളുമായി. റാസിൻ, കഴിഞ്ഞ ദിവസമാണ് എൽ ക്ലാസിക്കോ പോരാട്ടം നടന്നത്. അതിൽ റയൽ ആരാധകർ വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ മങ്ങുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. ആ തോൽവിക്കിപ്പോൾ ഒരു നടപടി എന്നുള്ള നിലയ്ക്ക് പരിശീലകനാണ് ആ പണി കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പുതിയ പരിശീലകൻ, അതായത് അൽവാരോ ആർബലോവ പ്രതീക്ഷ നൽകുന്നുണ്ടോ? വരുന്ന റയലിൻ്റെ മാച്ചുകൾ എങ്ങനെയായിരിക്കും അർബലോവ മുന്നിൽ നിന്ന് നയിക്കുക? കാളിദാസ്, സ്പാനിഷ് ക്ലബ്ബായ റിയൽ മാഡ്രിഡ് തങ്ങളുടെ മുഖ്യ പരിശീലകനായ സാബി അലോൺസോയെ പുറത്താക്കിയെന്നതാണ് കായിക ലോകത്തെ ഏറ്റവും ചൂട് പിടിച്ച വാർത്ത. സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനലിൽ തങ്ങളുടെ ചിരവൈരികളായ ബാഴ്സലോണയോട് എൽ ക്ലാസിക്കോ പോരാട്ടം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ ക്ലബിൻ്റെ അടിയന്തര പുറത്താക്കൽ. മത്സരത്തിൽ മാഡ്രിഡ് മികച്ച മത്സരം പുറത്തെടുത്തിരുന്നെങ്കിലും 3-2 എന്ന ചെറിയ മാർജിനിലാണ് ടീം പരാജയപ്പെട്ടത്. ആൻസലോട്ടി, മുൻ റയലിൻ്റെ മുൻ പരിശീലകനായ കാർലോ ആൻസലോട്ടിക്ക് പകരക്കാരനായാണ് സാബി അലോൺസോ ടീമിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നത്. പിന്നീട് ആദ്യത്തെ 14 മത്സരങ്ങളിൽ 13 മത്സരങ്ങളും വിജയിച്ച് മികച്ച ഒരു സ്റ്റാറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിലും പിന്നീട് മാഞ്ചസ്റ്റർ സിറ്റി, അതുപോലെ ലിവർപൂൾ, സെൽറ്റ വിഗോ തുടങ്ങിയ ടീമുകൾക്കെതിരെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് റിയൽ മാഡ്രിഡ്. എന്നാൽ സാബിയെ പുറത്താക്കുന്നതിന് പിന്നിലെ കാരണം അന്വേഷിക്കുകയാണെങ്കിൽ മത്സരത്തിലെ പരാജയം മാത്രമാണെന്ന് പറയാൻ സാധിക്കില്ല. പകരം ടീമിലെ മുതിർന്ന താരങ്ങളുമായിട്ടുള്ള ബന്ധം വഷളായി എന്നുകൂടി പറയേണ്ടി വരും. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ടീമിൻ്റെ പ്രധാന കളിക്കാരിൽ ഒരാളായ വിനീഷ്യസ് ജൂനിയർ സാബിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. സാബി തന്നെ സ്ഥിരമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നൊക്കെ ആക്ഷേപിച്ച് രംഗത്ത് വന്നിരുന്നു. ഇന്നലത്തെ എൽ ക്ലാസിക്കോ പോരാട്ടത്തിലെ പരാജയത്തിനു ശേഷം എംബപ്പെ ഉൾപ്പെടെയുള്ള താരങ്ങൾ സാബിയോടുള്ള വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാലും പുതിയ കോച്ചായിട്ട് അൽവാരോ ആർബലോവയാണ് വരുന്നത്. ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ അൽവാരോ ഇതുവരെയും സീനിയർ ടീമിനെ ഒന്നും പരിശീലിപ്പിച്ചിട്ടില്ല. ഈ ജൂനിയർ ടീം പരിശീലകനായിരുന്നു അൽവാരോ. എന്തായാലും അൽവാരോയുടെ കീഴിൽ മികച്ച തങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടും എടുത്ത് അടുത്ത എൽ ക്ലാസിക്കോയിൽ പകരം വീട്ടാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് റയൽ മാഡ്രിഡ് മാനേജ്മെൻറ്റ്. കാളിദാസ്. ശരി, റാസിൻ അൻവറാണ് വിവരങ്ങൾ നൽകിയത്. പ്രകാരം ഇപ്പോൾ നിബന്ധന പ്രകാരം ഈ അർബലോവയുടെ കാലാവധി കഴിഞ്ഞിട്ടില്ല. അർബലോവ പുതിയ പരിശീലനമാണ്. അദ്ദേഹം ബി ടീമിൻ്റെ പരിശീലനമായിരുന്നു. റയൽ മാഡ്രിഡിൻ്റെ ബി ടീമിൻ്റെ പരിശീലനമായിരുന്നു. ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ പ്രധാന ടീമിൻ്റെ പരിശീലനത്തിലേക്ക് വരുന്നു. പക്ഷേ സാബിയെ സംബന്ധിച്ച് 2028 വരെ കരാറുണ്ടായിരുന്നു. എന്നാൽ ഈ ബന്ധം വഷളായത്, വിനീഷ്യസ് ജൂനിയറുമായിട്ടുള്ള ബന്ധം വഷളായതൊക്കെ തന്നെയാണ്. മികച്ച രീതിയിൽ പ്രകടനമൊക്കെ കാഴ്ചവെച്ചതാണ്. ഈ 7 മാസം മുമ്പാണ് ഈ സാബി അലോൺസോ ഈ മുഖ്യ പരിശീലകനായി റയൽ മാഡ്രിഡിലേക്ക് എത്തുന്നത്. മികച്ച രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ ഈ ഒരു കാലയളവിൽ കാഴ്ചവെച്ചിരുന്നു. പക്ഷേ ഉള്ളിൽ ഉള്ള ഈ താരങ്ങളുമായുള്ള ബന്ധം വഷളായതാണ് ഇപ്പോൾ ഈ ഒരു തിരിച്ചടിക്ക് കാരണം, അല്ലെങ്കിൽ പുറത്താക്കാനുള്ള നടപടിയിലേക്ക് റയൽ മാഡ്രിഡ് നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ അൽവാരോ ആർബലോവ, നേരത്തെ റയൽ മാഡ്രിഡ് ബി ടീമിൻ്റെ പരിശീലനായിരുന്ന അർബലോവ ഇനി മുതൽ പ്രധാന ടീമിനെ നയിക്കും. റാസിൻ അൻവറാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന പരമ്പരയിലെ 2ാം മത്സരം നാളെ ഉച്ചയ്ക്ക് 1:30 രാജ്കോട്ടിലാണ് മത്സരം. ആദ്യ മത്സരം ജയിച്ച ഇന്ത്യ പരമ്പര ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത്. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ടീമിൽ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ തുടങ്ങിയ താരങ്ങളാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്ത്. മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ഹർഷിത് റാണ തുടങ്ങിയവർ ബൗളിങ്ങിലും പ്രതീക്ഷ നൽകുന്നു. പരമ്പരയിലെ ആദ്യ ജയം തേടിയാണ് മൈക്കൽ ബ്രെയ്സ്വെൽ നയിക്കുന്ന കിവീസ് ഇറങ്ങുന്നത്. ഡാരി മിച്ചൽ, ഹെൻറി നിക്കോളാസ്, ഡിവോൺ കോൺവേ എന്നിവർ ബാറ്റിംഗിലും കൈൽ ജാമിസൺ, ആദിത്യ അശോക് തുടങ്ങിയ താരങ്ങൾ ബൗളിംഗിലും കരുത്താകും. ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ടീമുകൾ.